പുഷ്പനെ അറിയുമോ ഞങ്ങളുടെ പുഷ്പനെ അറിയുമോ അല്ലേ? കേരളം മുഴുവൻ അങ്ങ് പാടിക്കൊണ്ട് നടന്നതാ. ഇപ്പം പുഷ്പനും പോയി, പുഷ്പം കടന്നിടത്തും ഒന്നുമില്ലാതായി തീർന്നിരിക്കുകയാണ്. കേട്ടിട്ടുണ്ടോ ഈ കവിത? പിന്നെ പുഷ്പനെ അറിയുമോ എന്നുള്ള കേരളത്തെ കോരിത്തരിപ്പിച്ച ചെങ്കനലല്ലേ ആ ചെങ്കനൽ കാവ്യം. ചെന്തമിഴ് എന്നൊക്കെ പറയുമ്പോൾ ചെമ്മലയാളത്തിൽ എഴുതപ്പെട്ട പാട്ടുകൾ അതും പാടിയാണല്ലോ വിദേശ സർവകലാശാലകളെയും കൊണ്ടുവരുന്നവരുടെ മുട്ടുതല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാണല്ലോ പാവൻ ടി പി ശ്രീനിവാസൻ്റെ കർണത്തടി കിട്ടുകയും ചെയ്തല്ലോ. അദ്ദേഹം നിലം പതിക്കുകയും ചെയ്തു. ആ പുഷ്പൻ കൂത്തുപറമ്പിലെ രക്തസാക്ഷിയാണ്. അപ്പോൾ വിദേശ സർവകലാശാലകൾക്കെതിരെ വിശദമായ സമരങ്ങളൊക്കെ നടത്തി കേരളത്തെ ഞെട്ടിപ്പിച്ച കേരളത്തിലെ സർവകലാശാലകൾ കേരളത്തിൻ്റെ സർവകലാശാല ഗവൺമെൻറ്റിൻ്റെ മാത്രം മതി എന്നുള്ളിടത്തൊന്നും പോയി. പിന്നെ സ്വാശ്രയ സർവകലാശാലകൾ, കൽപ്പിത സർവകലാശാലകൾ അതിനെതിരെയൊക്കെ സമരം നടത്തി. മാതാമൃതാനന്ദമയെ ഒരുപാട് ജയിച്ചതും തെറിയും ഒക്കെ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇതാ ഇപ്പോൾ വിരിക്കുന്നു ചുവന്ന പരവതാനി വിദേശ സർവകലാശാലകൾ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അങ്ങനെയുള്ള സർവകലാശാലകൾ. രാജേന്ദ്ര, ഇവർ ടി പി ശ്രീനിവാസനെ തല്ലിയതിൻ്റെ പിന്നിൽ എന്താ? വിവരക്കേട്, ശുദ്ധമായ വിവരക്കേടെന്നല്ലാതെ ഇഗ്നോറൻസ്, പ്യുവർ ഇഗ്നോറൻസ് എന്ന് ഡോക്ടർ ജോൺസൺ പറഞ്ഞതുപോലെ അറിവുകേട്. ഞാനിത് നമ്മുടെ മന്ത്രി പി രാജീവിനോട് കേരള ഭരണം അതിനെക്കുറിച്ചുള്ള ഒരു വലിയ സെമിനാർ അവിടെ നടത്തിയപ്പോൾ ചോദിച്ചതാണ്. നിങ്ങൾ ഈ ആശയങ്ങളുടെ ഈ പ്രവാഹത്തെ എല്ലാം സ്വാഗതം ചെയ്തു, എല്ലാവിധത്തിലുള്ള ആശയങ്ങൾ, മാർക്സിയൻ ആശയങ്ങൾ, ഏംഗൽസിൻ്റെ ആദർശങ്ങൾ എല്ലാം, ലെനിൻ്റെ ആദർശങ്ങളെല്ലാം വന്നിട്ടുള്ളത് വിദേശത്തു നിന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വിദേശ മൂലധനത്തെ ഇന്ത്യയിലേക്ക്, പണ്ടാണ് ഇത്, അന്ന് അവർ അതിനെതിരായിരുന്നു, വിദേശ മൂലധന നിക്ഷേപത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു, നിക്ഷേപത്തിനെതിരായി നിൽക്കുന്നു. അപ്പോൾ ഈ അറിവിൻ്റെ മൂലധനത്തെ നിങ്ങൾ ആകർഷിക്കുന്നു, ആ മറ്റു മൂലധനങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ആശയങ്ങളുടെ വരവിനെ നമ്മൾ സാർവദേശീയത എന്നാണ് വിളിക്കുന്നത്, മറ്റേത് ആഗോളം എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ട് വാക്കുകൾ കൊണ്ട് ഒരു മതിൽ കെട്ടി വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാക്കി അവർ മാറ്റിയിരുന്നു. ഇപ്പോൾ 360 ഡിഗ്രി തിരിഞ്ഞിട്ട് വീണ്ടും ആ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പം അവരോട് ചോദിച്ചാൽ, നിങ്ങൾ അന്ന് ടി പി ശ്രീനിവാസനെ തല്ലിച്ചില്ലയോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ചിലപ്പോൾ സൈദ്ധാന്തികമായിട്ട് ചില മറുപടിയൊക്കെ പറയാനുണ്ടാവും. അതെ, മാറ്റങ്ങളെക്കുറിച്ച് പറയും. ഇതാണ് CPM-ൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ഈ CPM കമ്പ്യൂട്ടറുകളെ എതിർത്തത് നമുക്കറിയാം, പവർ ടില്ലറുകളെ എതിർത്തതറിയാം, ട്രാക്ടറുകളെ എതിർത്തതറിയാം, തൊഴിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തേയും മിണ്ടാത്തത്. UDF-ൻ്റെ ഭരണകാലത്താണ് ഈ എക്സ്പ്രസ് ഹൈവേ പറഞ്ഞത്. അതെ, അത് മാറിയിട്ടാണ് ഇപ്പോൾ പിന്നെ എന്താ കേരയിൽ അതിൻ്റെ മാതൃകയിലാണ് എക്സ്പ്രസ് ഹൈവേ. അന്ന് പൊതുമരാമത്ത് MK മുനീർ ആയിരുന്നു, ഡോക്ടർ MK മുനീർ. അദ്ദേഹം കേരളത്തെ വെട്ടിമുറിക്കും, കേരളത്തെ നെടുക വെട്ടിപ്പിളർക്കും. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദൂരദർശനില് രാജേന്ദ്രൻ അത് സംവാദം പരിപാടിയായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, ഡോക്ടർ MK മുനീർ അന്ന് വരികയും ചെയ്തിരുന്നു. നഖശികാന്തം എതിർക്കുക എന്നുള്ള പോളിസിയാണ്. കേരളത്തെ, ഈ ചെറിയ കേരളത്തെ, വീതി കുറവാണല്ലോ കേരളത്തിന്, നീളമാണല്ലോ കൂടുതൽ, രണ്ടായിട്ട് കീറി മുറിക്കുമെന്നാണ്. കേരളയിൽ വരുമ്പോൾ അത് കീറി മുറിക്കത്തില്ലേ? ആൾറെഡി ഈ ഇന്ത്യൻ റെയിൽവേ തന്നെ ഇതിനെ മുറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ കടന്നു പോകുന്നതാണ്. കണ്ണൂർ വഴിയും പോകുന്നുണ്ട്, മംഗലാപുരം വഴിയും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടായിട്ട് കീറി മുറിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഗതാഗത സൗകര്യങ്ങൾ, ലോജിസ്റ്റിക് സപ്പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കീറി മുറിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കാളവണ്ടികളിൽ തന്നെ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ് അന്ന് CPM പറഞ്ഞത്. ഉള്ളത് മതി, തൊഴിൽ പോകാതിരിക്കുക. ഇപ്പം എന്താ 360 ഡിഗ്രി തിരിഞ്ഞ് വന്നിരിക്കുന്നു. അവർക്ക് വിവേകം ഉദിക്കാൻ കുറേ സമയമെടുക്കും. ഇത് സാമ്പത്തികമായ കാര്യങ്ങളിലായാലും ശരി, ബൗദ്ധികമായ കാര്യങ്ങളിലായാലും ശരി, ഇത് തന്നെയാണ് സംഭവം. ജീവൽ സാഹിത്യത്തിൻ്റെ കാര്യം, ജീവൽ സാഹിത്യമാണ് വേണ്ടത്. കലയ്ക്ക് വേണ്ടി, കഥയ്ക്ക് വേണ്ടി, സാഹിത്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് എന്തൊരു വാദമായിരുന്നു ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, പിന്നീട് വന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ. ഏറെ വൈകാതെ തന്നെ EMS അന്തരിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്ന് ഞങ്ങൾ വാദിച്ചതൊക്കെയും തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ചരമമടഞ്ഞത്. അപ്പോൾ ഇവർക്കെല്ലാം തിരുത്തേണ്ടി വരുന്നു എന്നുള്ള കാലത്തിനനുസരിച്ച് നീങ്ങുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ AI അതിനെക്കുറിച്ച് ആദ്യം സ്വാഗതം ചെയ്ത് സോഷ്യലിസം കൊണ്ടുവരും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ AI വരുന്നതോടുകൂടി സോഷ്യലിസം വരും. എങ്ങനെ? AI കൊണ്ടുവരുന്ന മുതലാളിമാരെല്ലാം നശിച്ച് പാപ്പരാകും, വലിയ ചിലവുള്ളതായതുകൊണ്ട്. പാപ്പരായി കഴിയുമ്പോൾ ഈ തൊഴിലാളികളും മുതലാളിമാരും സമന്മാരാകും
എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. MI ഗോവിന്ദൻ ആദ്യം പറഞ്ഞത്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയാം. പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞു ഈ AI ഉള്ള ആളുകൾ വളരെ സമ്പന്നന്മാരായി തീരുകയും തൊഴിലാളികളെ പിരിച്ചുവിടുകയും പുതിയ അസ്വസ്ഥതകളും അസമത്വങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പിന്നെ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഒരു എതിർപ്പൻ നയം, കേശവദേവ് എഴുതിയ ആത്മകഥയാണല്ലോ എതിർപ്പ് എന്ന് പറയുന്നത്. ആ എതിർപ്പിൻ്റെ പാതയാണ്, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എതിർപ്പിൻ്റെ പാതയാണ് അവർ സ്വീകരിച്ച് വന്നിരുന്നത്. ഇപ്പോൾ നോക്കൂ, അവർ കൊണ്ടുവരുന്നു ഭൂഗർഭ ജലചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്, എഥനോൾ പ്ലാന്റ് ഒരെണ്ണം. അതും ഒയാസിസ് എന്ന് പറയുന്ന ശരിക്കും അരവിന്ദ് കേജ്രിവാളിൻ്റെ തോൽവിക്ക് ആധാരമായ കമ്പനിയെ തന്നെ ഈ വറുതിയുടെ മണ്ണായ പാലക്കാട്ടേക്ക്, ഭാരതപ്പുഴ വറ്റി വരളുന്ന പാലക്കാട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക. കിണറ്റിലേക്കും വെള്ളം കിട്ടാനില്ല അവിടെ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അവർ വിളിച്ചു ക്ഷണിച്ച് അതിനും ചുവപ്പ് വരദാനി വിരിച്ചു വന്നിരിക്കുക. ഇപ്പോൾ CPIയുടെ എതിർപ്പ് കാരണം തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിരിക്കുക. ഞങ്ങൾ CPIയെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളിൻ്റെ കാര്യം വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പിന്തുണച്ചില്ല? ഇതാണ് ചോദ്യം. അതുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് എത്രമാത്രം അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാകുമായിരുന്നു. കേന്ദ്രത്തിൻ്റെ പെർമിഷനും വേണ്ടായിരുന്നു അതിന്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പെർമിഷന് വേണ്ടി വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സ്വകാര്യ സർവകലാശാലകൾ. എന്തിനാണ് നിങ്ങൾ TP ശ്രീനിവാസൻ എന്ന് പറയുന്ന പാവം മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ വൃദ്ധാവസ്ഥയിൽ ഇങ്ങനെ അടിച്ച് തറയിലിട്ടത്? അത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കൊണ്ടുവന്ന ഒരു കാര്യമാണത്. അതെ, ഈ അടി കൊടുത്തതും ദീർഘവീക്ഷണത്തോടു കൂടിയാ. പ്രീതി പറ്റും CPM-ന്റെ. ആ പ്രീതി പറ്റിയ ആള് മലയൻകീഴ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തു, ക്ലാർക്കായിട്ട് അവർ ജോലി കൊടുത്തു. ശരത്ത് എന്നാണ് പേര്. ചെപ്പക്കുറ്റിക്ക് ഒരടി കൊടുത്തതിനുള്ള സമ്മാനം അഥവാ പാരിതോഷികം കിട്ടിയില്ലേ? അതിന്റെ പാരിതോഷികം കൊടുക്കാറുണ്ട് പിള്ളേർക്കും DYFIക്കാർക്കും എല്ലാവർക്കും ഒന്നും അല്ലെങ്കിൽ കിഫ്ബിയിൽ ഒരു ജോലിയെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ ഉറപ്പാക്കിയിരിക്കുന്നു. ഈ വിദേശ സർവകലാശാലകൾ പണ്ടേ വരേണ്ടതായിരുന്നു ഇവിടെ. നമ്മുടെ ഈ സർവകലാശാലകൾ തുടങ്ങാനുള്ള പണം വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 65% ഉദ്യോഗസ്ഥർക്ക് പെൻഷനും ബത്തയും ഒക്കെ ആയിട്ടും കൊടുക്കുകയല്ലേ. അവർ പിന്നെയും മുദ്രാവാക്യം വിളിച്ച് അവരുടെ വരുമാനം കൂട്ടി. ഈ ബജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ഒരു ഗഡു കൊടുത്തിട്ടുണ്ട്. ക്ഷാമബത്തയെ കൊടുത്തിട്ടുള്ളൂ. കാരണം സംഘടിത ശക്തികൾക്ക് മുമ്പിൽ ഇവർ കീഴടങ്ങുന്നു. അവരുടെ സംഘടന ഇനിയിപ്പോൾ ഈ 2025 അവസാനം പുതിയ ശമ്പള കമ്മീഷൻ വരും. 5 വർഷം കൂടും. കേന്ദ്രം പോലും 10 വർഷം കൂടുമ്പോഴേ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഭേദപ്പെട്ട നിലയിലാണ് കേന്ദ്രം സാമ്പത്തിക സ്ഥിതിയിൽ. എന്നിട്ടും 10 വർഷം കൂടുമ്പോഴേ കൊടുക്കാറുള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് അവർ കൊടുക്കാറുണ്ട്. കേരളം പോലെ പറഞ്ഞു പറ്റിക്കുകയില്ല. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ 800 രൂപ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. വാഗ്ദാനം ചെയ്തത് പ്രകടന പത്രികയിൽ ഇപ്പോൾ 1600-ലാണ് നിൽക്കുന്നത്. അതും 3 മാസത്തെ വരെ കുടിശ്ശിക കൊടുത്തിരിക്കുന്നത്. 200 രൂപയെങ്കിലും പ്രതീക്ഷിച്ചു. അതുപോലും ബജറ്റിൽ വന്നിട്ടുമില്ല. എന്തൊരു മിസ്മാനേജ്മെൻറ്റും എന്തൊരു ഈ സെക്ടേറിയൻ വാദങ്ങളും അങ്ങനെയുള്ള നാട്ടിലാണ് വിദേശ സർവകലാശാല വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുവപ്പ് പരവതാനി വിരിച്ചു. ഇപ്പോൾ അവർ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു കഴിഞ്ഞു. അത് ഉടനെ ബില്ല് ഇതിനെ അല്പം എതിർത്ത് നിന്നു ആദ്യ സമയത്ത്. അതെ, അതിന് കുറച്ച് ഇളവുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ റെഗുലേഷനോടുകൂടി അതിൻ്റെ UGC റെഗുലേഷനോട് കൂടി ആയിരിക്കും. പിന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം, അതുപോലെ തന്നെ മൊത്തം സീറ്റിൻ്റെ 40% കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. നല്ല കാര്യമാണത്. കാരണം വിദേശത്തേക്ക് ആളുകൾ പോയിട്ട് നമുക്കിവിടെ യുവാക്കളുടെ ഒരു ഉണ്ടാകാതിരിക്കാൻ വിദേശത്ത് പോയി പണം കൊടുക്കുകയല്ലേ, നമ്മുടെ പണം അവിടെ കൊടുക്കുകയല്ലേ, അത് ഒഴിവാക്കാം. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി എപ്പോഴാണ് ഈ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ ട്രംപ് അവിടുത്തെ എയർഫോഴ്സ് വിമാനത്തിൽ കൊണ്ടുവന്ന് വിലങ്ങ് വിട്ട് ഇവിടെ കൊണ്ടുവിടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവനവൻ്റെ നാട്ടിലെ അരിയാഹാരവും കഴിച്ച് കിടക്കാമല്ലോ. നല്ല കാര്യമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ബുദ്ധി എന്താ വിജയാന്ന് ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ന് മാത്രമേ ചോദിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.